1942 ഫെബ്രുവരി 14 സിംഗപ്പൂർ സിറ്റിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേ നേരെ ഇരുട്ടി എന്ന് പറയാം. കാരണം ജാപ്പനീസ് അറ്റാക്കിൽ ധാരാളം സ്ഫോടനങ്ങൾ അവിടെ നടക്കുന്നു. ആ സ്ഫോടനങ്ങളിൽ നിന്ന് ഉയരുന്ന പുക സിറ്റിയുടെ ആകാശം മറയ്ക്കുന്നു. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഗുരുതരമായി പരിക്കേറ്റു, അല്ലെങ്കിൽ മരണപ്പെട്ടു. സന്ധ്യയോടെ ഇരുട്ടിന്റെ കട്ടി കൂടി, അഥവാ പുകയുടെ ഡെൻസിറ്റി കൂടി. അതിന് തൊട്ടു മുമ്പായിട്ട് ഒരു ഭീകരമായ സ്ഫോടന ശബ്ദം സിറ്റിയുടെ തൊട്ടടുത്ത് കേട്ടിരുന്നു. മിക്കവാറും സിറ്റിയുടെ ബോർഡറിലുള്ള പവർ സ്റ്റേഷനിൽ ഉണ്ടായ സ്ഫോടനമായിരിക്കാം, അതല്ലെങ്കിൽ കലാങ് എയർപോർട്ടിലെ ഓയിൽ ടാങ്കിന് തീ പിടിച്ചതായിരിക്കാം. ഏതായാലും ആ സ്ഫോടനത്തോടെയാണ് ഈ വളരെ തീവ്രമായ പുക അവിടെ വ്യാപിക്കുന്നത്. അതോടെ പിന്നെ ആകാശം ഒട്ടും കാണാത്തൊരവസ്ഥ. ആ ഇരുട്ടിലൂടെ ഒരു സംഘം മനുഷ്യർ നടക്കുന്നുണ്ട്. 24 പട്ടാളക്കാരടങ്ങിയ ഒരു സംഘം. അവരെ നയിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ ഒരു കോർപ്പറൽ, അദ്ദേഹത്തിന്റെ പേര് ഫ്രൈസർ. കയ്യിലുള്ള ഒരു ടോർച്ചിന്റെ അരണ്ട വെളിച്ചത്തിലാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് ചുറ്റും പല സ്ഫോടന ശബ്ദങ്ങളും കേൾക്കാം, ഷെല്ലാക്രമണങ്ങളുടെ ശബ്ദം കേൾക്കാം, കൂടാതെ മെഷീൻ ഗണ്ണെന്നും റൈഫിളിൽ നിന്നുള്ള വെടിവെച്ചകൾ കേൾക്കാം. ജാപ്പനീസ് സൈന്യം ഇരുട്ടിൽ ആരെയൊക്കെയോ ആക്രമിക്കുന്നു, കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയാണ് ഇവർ നടക്കുന്നത്. ഏകദേശം 2 മാസത്തോളമായി അവരുടെ യാത്ര ആരംഭിച്ചിട്ട്. മലേഷ്യയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഡിസംബറിൽ തന്നെ മലേഷ്യ ജപ്പാന്റെ കീഴിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചതാണ്. ആ സമയത്ത് മിലിറ്ററി കമാൻഡിംഗ് ഓഫീസർ ആ കോർപ്പറേറ്റ് കൊടുത്ത നിർദ്ദേശം ഇതായിരുന്നു: എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടൂ, കഴിയുന്നത്ര ആൾക്കാരെ രക്ഷപ്പെടുത്തൂ, വേറൊന്നും ഇനി ചെയ്യാനില്ല. ആ നടക്കുന്നവരില് ആരും പൂർണ്ണ ആരോഗ്യത്തോടെയല്ല നടക്കുന്നത്. ഫ്രൈസറുടെ തന്നെ ലെഫ്റ്റ് ഷോൾഡർ അതിഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. പുറകെ നടക്കുന്ന പട്ടാളക്കാരുടെ എല്ലാം ശരീരത്തിലെ പരിക്കുകളുണ്ട്. കൂടാതെ അതിൽ 5 പേർക്ക് നടക്കുവാനേ പറ്റാത്ത അവസ്ഥയിലാണ്. അവരെ ബാക്കിയുള്ളവർ സ്ട്രെച്ചറിൽ എടുത്തിരിക്കുകയാണ്. നടക്കുന്നതിനിടയിൽ ചില സമയത്ത് ആ കോർപ്പറൽ ഒന്ന് നിൽക്കും. നിൽക്കുന്ന സമയത്ത് ഈ പട്ടാളക്കാരെല്ലാം അദ്ദേഹത്തെ കടന്നു പോകും. ഏറ്റവും പുറകിൽ വളരെ അലസമായ ഒരു പട്ടാളക്കാരൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ശാരീരികമായി ഒരു പരിക്ക് ഏറ്റിട്ടില്ല, പക്ഷേ ഈ അറ്റാക്കുകളെല്ലാം കണ്ട് മാനസികമായി തകർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു ഭാവമാറ്റവും ഇല്ലാത്ത ഒരു മുഖഭാവം. അയാളെ കൈപിടിച്ച് ഫ്രൈസർ മുന്നോട്ട് നടത്തും. വീണ്ടും ആ ട്രൂപ്പിന്റെ ലീഡിംഗ് പൊസിഷൻ ഏറ്റെടുക്കും. ആ രീതിയിൽ ആ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ലക്ഷ്യം കലാങ് റിവറാണ്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കപ്പലിലോ ബോട്ടിലോ കയറി രക്ഷപ്പെടാം എന്നുള്ള ഒരേ ഒരു പ്രതീക്ഷയിലാണ് ആ സംഘം കലാങ് റിവർ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നത്. ഇതേ സമയത്ത് തന്നെ സിറ്റിയുടെ മറ്റൊരു ഇരുളടഞ്ഞ ഭാഗത്ത് ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. അത്യുച്ചത്തിലുള്ള കരച്ചിലല്ല, വളരെ ഒച്ച താഴ്ത്തിയുള്ള ഒരു വിതുമ്പൽ. ആ കുട്ടിയുടെ അമ്മ ജനുവരി 29 കൊല്ലപ്പെട്ട് കഴിഞ്ഞു. കൂടെയുള്ള നേഴ്സ് തൊട്ട് മുമ്പുണ്ടായ ഒരു സ്ഫോടനത്തിൽ അതീവ ഗുരുതരമായ പരിക്ക് പറ്റി വീണ് മരിച്ചിരിക്കുന്നു. ആ നേഴ്സിന്റെ തീവ്രമായി പരിക്ക് പറ്റിയ ആ മുഖം കാണുമ്പോഴാണ് ഈ കുട്ടിക്ക് ഈ കരച്ചിൽ വരുന്നത്. ആ നേഴ്സിന്റെ അടുത്തോട്ട് പോകാൻ ആ കുട്ടിക്ക് ധൈര്യമില്ല. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് നടക്കുക. ഫ്രൈസർ കലാങ് റിവർ ലക്ഷ്യമാക്കി പോകുന്നതാണെങ്കിൽ ഈ കുട്ടിക്ക് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അത് വിധിപ്പിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നു. തൽക്കാലം അതിനൊരു ആഗ്രഹമേ ഉള്ളൂ, ആ നേഴ്സിന്റെ മുഖം കാണാതിരിക്കണം. അത്രയും ഭീകരമാണ് അതുവരെ അവന് സംരക്ഷിച്ചിരുന്ന ആ നേഴ്സിന്റെ മുഖം അപ്പ കാണുമ്പോൾ അവന് തോന്നുന്നത്. അല്പദൂരം മുന്നോട്ട് നടന്നപ്പോ ഒരു റിക്ഷാക്കാരന്റെ വരവ് കണ്ട് റിക്ഷ നിർത്തി അവന് നേരെ കൈനീട്ടി. പക്ഷെ ആ രൂപം കണ്ട അവന് പേടി കൂടുകയാണ് ചെയ്തു. നല്ല ഉയരമുള്ള ഒരു മനുഷ്യൻ, ഇരുട്ടത്ത് തണുപ്പ് ബാധിക്കാതിരിക്കാനായിട്ട് ഒരു ഷാള് പൊതിച്ചിട്ടുണ്ട്. ആ ഇരുട്ടത്ത് ആ രൂപം കണ്ടപ്പോ അവന്റെ കരച്ചിൽ അല്പം ഉച്ചത്തിലായി. അവൻ അയാളെ ഒഴിഞ്ഞു മാറി ഓടി. പക്ഷെ അവനെ പിടിക്കാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. അയാളും അല്പം പരിക്കൊക്കെ ഏറ്റിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ജപ്പാന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റാത്തതായിട്ട് ആ സമയത്ത് സിംഗപ്പൂർ സിറ്റിയിൽ ആരുമില്ല. കരഞ്ഞുകൊണ്ട് തന്നെ ആ പയ്യൻ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷെ അവന്റെ കരച്ചില് യുദ്ധത്തിന്റെ ഭീകരത കണ്ടിട്ടല്ല. ഭീകരത എന്താണെന്ന് അവനറിയില്ല. നല്ലപോലെ വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നു. ആ പയ്യനെ പോലെ തന്നെ തേങ്ങി കരഞ്ഞുകൊണ്ട് 2 യുവതികൾ സിറ്റിയുടെ മറ്റൊരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. അവരുടെ വേഷം കണ്ടാൽ അറിയാം നേഴ്സുമാരാണ്, മുഖം കണ്ടാൽ അറിയാം ചൈനീസ് നേഴ്സുമാരാണ്. അവര് സഞ്ചരിച്ചിരുന്ന റെഡ് ക്രോസിന്റെ ട്രക്ക് ഏതാനും
മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ബോംബാക്രമണത്തിൽ തകർന്നു. ട്രക്കിൽ നിന്ന് തെറിച്ചു വീണ ഈ 5 യുവതികൾ മാത്രം കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ ആ സ്ഫോടനത്തിന്റെ മാനസികാഘാതത്തിൽ നിന്ന് അവരപ്പോഴും മുക്തമായിട്ടില്ല. ആ ചൈനീസ് യുവതികളുടെ മുന്നിലായിട്ട് 2 മലേഷ്യൻ നഴ്സുമാർ നടക്കുന്നുണ്ട്. അതിലൊരാള് ചൈനക്കാരികളെ പോലെ തന്നെ 25 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു യുവതി, മറ്റേയാൾ ഏകദേശം 40 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ. 40കാരിയുടെ മാനസിക നില ആകെ തകർന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ ആ ഒരു പട്ടാളക്കാരന്റെ അവസ്ഥ കണ്ട പോലെ തന്നെയാണ്. ശാരീരികമായിട്ട് പരിക്കില്ല, മാനസികമായി വല്ലാതെ തകർന്ന ഒരവസ്ഥയിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഏറ്റവും മുന്നിലായിട്ട് 20-25 പ്രായം വരുന്ന നല്ല വെളുത്ത് ഉയരം കൂടിയ ഒരു നഴ്സ്. അവരുടെ തലയിൽ സാധാരണയുള്ള നേഴ്സ് ക്യാപ്പ് ഇല്ല, കാരണം അത് ആ സ്ഫോടനത്തിന്റെ സമയത്ത് എവിടെയോ തെറിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവർ നടക്കുന്നതിനിടയിൽ അവരുടെ മുടി അവരുടെ മുഖത്തേക്കും കവിളിലേക്കും ഒക്കെ ഒന്ന് വീഴും. ഇടയ്ക്കിടയ്ക്ക് അവരത് കൈകൊണ്ട് ഒതുക്കി വയ്ക്കും. അങ്ങനെ ഒതുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ആ മുഖത്ത് വളരെ നീളത്തിലും ആഴത്തിലുള്ള ഒരു മുറിപ്പാട്. അല്പസമയം മുമ്പ് അവർ നേരിട്ട ഒരു ജപ്പാൻകാരൻ കൊടുത്ത സമ്മാനമാണ് ഒരു ബയനറ്റ് വൂണ്ട്. ഈ 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ ആക്രമണമായിരുന്നു. അത് നേഴ്സുമാരാണോ ഡോക്ടർമാരാണോ റെഡ് ക്രോസ് ആണോ ഇതൊന്നും അവർക്ക് വിഷയമല്ല. വാസ്തവത്തിൽ ഈ 5 പേരും റെഡ് ക്രോസ് നേഴ്സുമാരാണ്. അവരുടെ ട്രക്ക് തകർന്ന് അവർ തെറിച്ചു വീഴുന്ന സമയത്ത് ആ സംഘത്തിന്റെ ചാർജിലുണ്ടായിരുന്ന ഡോക്ടർ ആ ലീഡിങ്ങിൽ പോകുന്ന യുവതിയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: കലാങ്ക് റിവറിന്റെ അടുത്തേക്ക് പോകണം, അവിടെ കുറച്ച് പട്ടാളക്കാര് ഗുരുതരമായി പരിക്കേറ്റ് വരുന്നുണ്ട്, അവർക്ക് നിങ്ങളാൽ കഴിയുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ആ ഉയരം കൂടിയ നേഴ്സ് മറ്റുള്ളവരെയും കൊണ്ട് പോകുന്നത്. അവർ കുറെ കാലമായി സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സിംഗപ്പൂരിലെ വഴികളെല്ലാം നല്ലപോലെ അറിയാം. പക്ഷെ ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും അതേപോലെ പുകയും കാരണം അവർക്ക് വഴിയൊന്നും മനസ്സിലാവുന്നില്ല. ഒരുവിധം അവര് നടക്കുന്നു എന്ന് മാത്രം. വഴി തെറ്റി എന്ന് തോന്നുന്ന സമയത്ത് അവര് ഏതെങ്കിലും മറ്റൊരു വഴി കൂടെ തിരിയും, വീണ്ടും നടക്കും. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ഭാഗത്തും ഗുരുതരമായി പരിക്ക് പറ്റി അല്ലെങ്കിൽ വിശന്ന് തളർന്ന് ഒക്കെ പലരും നടക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ ഒരാള് കാനിങ് ഫോർട്ട് എന്ന സിംഗപ്പൂരിലെ ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡ് ആസ്ഥാനത്തിരിപ്പുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന വെയിറ്റിംഗ് ലോഞ്ചിൽ ഒരു മെഴുകുതിരിയാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത്. കാരണം പവർ സിസ്റ്റം മുഴുവൻ ജപ്പാൻ തകർത്തിരിക്കുന്നു. ഇലക്ട്രിക് ലൈനുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും വർക്കിംഗ് ആയിട്ട് അവിടെ ഇല്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വളരെ ക്ഷീണിതനായ ഒരു സർജന്റ് അവിടേക്ക് വന്ന് പറഞ്ഞു, സർ, ക്യാപ്റ്റൻ ബ്രൈസൺ ഉടനെ വന്ന് താങ്കളെ കാണും. ആ മനുഷ്യൻ ഒന്നിങ്ങനെ ആ സർജന്റിനെ സൂക്ഷിച്ചു നോക്കി. തൻ്റെ അടുത്ത് ഞാൻ ക്യാപ്റ്റൻ ബ്രൈസനെ കൊണ്ടുവരാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങളുടെ കേണലിനോടുകൂടെ വരാനല്ലേ പറഞ്ഞത്. പെട്ടെന്ന് ആ സർജന്റിന്റെ പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായ മിലിറ്ററി ക്യാപ്റ്റൻ മുന്നോട്ട് കയറി വന്ന് പറഞ്ഞു, സർ, ഐ ക്യാൻ ഹെൽപ്പ് യു. ആ മനുഷ്യൻ ക്യാപ്റ്റനെ നോക്കി ചോദിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല സർ, ഞാൻ ബ്രിഗേഡിയർ ഫോസ്റ്റർ ഫാൻഹോം. എനിക്ക് കാണേണ്ടത് നിങ്ങളെയല്ല, നിങ്ങളുടെ കേണലിനെയാണ്. അപ്പോ നിങ്ങൾ എനിക്ക് ചെയ്യാനുള്ള ഹെൽപ്പ് അതാണ്, വേഗം പോയി കേണലിനെ വിളിച്ചുകൊണ്ട് വരിക. ക്യാപ്റ്റൻ പറഞ്ഞു, സോറി സർ, അദ്ദേഹം 3 ദിവസത്തിന് ശേഷം ഇന്നാണെന്ന് ഉറങ്ങുന്നത്. അതിനിടയിൽ അദ്ദേഹത്തെ ഉണർത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഫോസ്റ്റർ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഓവർകോട്ടിന്റെ ഇന്നർ പോക്കറ്റിൽ നിന്ന് ഒരു കോൾട്ട് പിസ്റ്റൾ പുറത്തെടുത്തു. ക്യാപ്റ്റനും സർജന്റും ഒന്ന് ഞെട്ടി. ഒന്നുകിൽ താൻ പോയി വിളിച്ചോണ്ട് വരിക, ഇല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. ക്യാപ്റ്റൻ പറഞ്ഞു, വേണ്ട സർ. അല്പസമയം കഴിഞ്ഞപ്പോൾ കേണൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഉറക്കം തൂങ്ങുന്ന കണ്ണുകളും ക്ഷീണിച്ച മുഖമായിട്ട് ഒരു മനുഷ്യൻ. ഏകദേശം 50-നോടടുത്ത് പ്രായമുണ്ട്. പക്ഷെ ക്ഷീണം കാരണം ഒരു 70-നപ്പുറം തോന്നിക്കുന്ന അവസ്ഥയിലാണ് അപ്പം അദ്ദേഹം. ബ്രിഗേഡിയർ ചോദിച്ചു, എന്നെ മനസ്സിലായോ? 3 ദിവസം മുമ്പാണ് സർ ഞാൻ താങ്കളെ കുറിച്ച് കേട്ടത്. അതുകൊണ്ട് ആ പേര് കേട്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ഇരിക്കട്ടെ, താങ്കൾ ഇതിപ്പോ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഇവിടെ എത്തി? ആ 2 ചോദ്യങ്ങൾക്കും ബ്രിഗേഡിയർ ഉത്തരം പറഞ്ഞില്ല. പകരം അദ്ദേഹം പറഞ്ഞു, നമുക്ക് 2 കൂടി കുറച്ചു നേരം ഒന്ന് സംസാരിക്കണമല്ലോ. കേണൽ ക്യാപ്റ്റനെ നോക്കി. ക്യാപ്റ്റനും ആ സർജന്റും കൂടി ആ റൂമിന്റെ വാതിലടച്ച് പുറത്തേക്ക് പോയി. ബ്രിഗേഡിയർ ചോദിച്ചു, എന്റെ പേരല്ലാതെ എന്നെ കുറിച്ച് എന്തൊക്കെ അറിയാം? സർ, 17 വർഷമായി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രവർത്തിച്ചു വരുന്ന ബ്രിട്ടീഷ് കൗണ്ടർ എസ്പിയോണേജ് ചീഫ്. ഈ ഭാഗത്തെ മിക്കവാറും എല്ലാ ഭാഷകളും, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇവിടുത്തെ പല രാജ്യങ്ങളിലായി 17 ഭാഷകൾ താങ്കൾക്കറിയാം. ഓക്കെ,
താങ്കൾക്ക് ഇവിടുത്തെ വല്ല ഭാഷ അറിയാം? അങ്ങനെ ഒരു അബദ്ധം പറ്റി സാർ, എനിക്ക് ജാപ്പനീസ് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് എന്നെ സിംഗപ്പൂരിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അതിരിക്കട്ടെ സാർ, സാർ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? വാസ്തവത്തിൽ ഒരു ന്യൂസ് കേട്ടതിനനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. എൻ്റെ ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ എൻ്റെ റേഡിയോ റിസീവറിൽ ഞാനൊരു BBC ന്യൂസ് കേട്ടു. അതനുസരിച്ച് ജപ്പാൻ ഐപ്പോയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ അവർ സിംഗപ്പൂർ എത്താൻ കുറച്ചുകൂടി ദിവസം കഴിയുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. കേണൽ പറഞ്ഞു, ഞാനും ആ ന്യൂസ് കേട്ടിരുന്നു സാർ. അവിടെയും എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ട്. കാരണം ഐപ്പോ കീഴടങ്ങിയിട്ട് ദിവസങ്ങളായി. ഈ ഐപ്പോ എന്ന് പറയുന്നത് മലേഷ്യയുടെയും സിംഗപ്പൂരിന്റെയും ബോർഡറാണ്. അപ്പോൾ അവിടെ നിന്ന് സിംഗപ്പൂർ എത്താൻ കുറെ കൂടി ദിവസങ്ങളെടുക്കും ജപ്പാൻ സേന എന്നായിരുന്നു ബ്രിഗേഡിയറുടെ ഒരു തെറ്റിദ്ധാരണ. സാർ വന്ന കാര്യം, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വിമാനം വേണം. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് പോകണം. ഇന്ത്യയിലോ ഓസ്ട്രേലിയയിലോ എത്തണം. കേണൽ ഒരു ചെറിയ ചിരിയോട് ചോദിച്ചു, അതിപ്പോൾ ആർക്കാണ് സാർ വേണ്ടാത്തത്? എല്ലാവരും അത്തരം ഒരു ആവശ്യത്തിലാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ മറ്റെല്ലാത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതും എനിക്ക് പോകേണ്ടതും. അദ്ദേഹം ഓവർകോട്ടിന്റെ അടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബെൽറ്റ് അഴിച്ചെടുത്തു. ആ ബെൽറ്റിന്റെ ചില വാട്ടർ പ്രൂഫ് റബ്ബർ പൗച്ചുകളിൽ നിന്ന് ചില പേപ്പേഴ്സ് എടുത്ത് കേണലിന്റെ കൊടുത്തു. ആ പേപ്പേഴ്സ് നിവർത്തി നോക്കിയ കേണൽ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സാർ, ഇത് സത്യമാണോ? രേഖകളിൽ കാണുന്നത് സത്യമാവാതിരിക്കില്ലല്ലോ കേണൽ. സാറിന് ഇത് എവിടെ നിന്ന് കിട്ടി? ബോർണിയോ എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ ആ സമയത്ത് ജപ്പാന്റെ ഒരു മിലിറ്ററി ബേസ് ആണ്. എങ്ങനെ കിട്ടി? ജപ്പാൻ ആർമിയിലും ഉണ്ടല്ലോ അത്യാവശ്യം അഴിമതിക്കാരൊക്കെ, അങ്ങനെ സംഘടിപ്പിച്ചു. പക്ഷെ ഇതിനിടയിൽ ഇതും കൊണ്ട് വരുന്നതിനിടയിൽ ഒരു അറ്റാക്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 വിശ്വസ്തരായ പട്ടാളക്കാർ മരിച്ചുപോയി. 2 ബ്രിട്ടീഷുകാരും 2 ഡച്ചുകാരും. ആ രേഖകളിൽ ജപ്പാൻ ഉടനെ നടത്താനിരിക്കുന്ന ഓസ്ട്രേലിയൻ അറ്റാക്കിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു. ആ വിവരം എത്രയും പെട്ടെന്ന് ബ്രിട്ടീഷ് ആർമിയെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബ്രിഗേഡിയറുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ആ സമയത്ത് അവിടെ ഇല്ല, എല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നേരിട്ട് ഇന്ത്യയിലോ ഓസ്ട്രേലിയയിലോ എത്തിയാൽ മാത്രമേ ബ്രിട്ടീഷ് ആർമിയെ ഈ വിവരം അറിയിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ബ്രിഗേഡിയറുടെ ശ്രമം. നമ്മുടെ അടുത്ത് എത്ര ബ്രൂസ്റ്റർ ഫൈറ്റർ ബാക്കിയുണ്ട്? ഒരെണ്ണം പോലും ഇല്ല സാർ, എല്ലാം നശിപ്പിക്കപ്പെട്ടു. ബ്രിഗേഡിയർ അവിശ്വസനീയതയോടെ കേണലിനെ നോക്കുകയാണ്. ഹറിക്കെയിനോ അവസാനമായി ഉണ്ടായിരുന്ന ഒരു 3 എണ്ണം 11-ാം തീയതി തിരിച്ചുപോയി. കാരണം ഇവിടെ നിന്ന് അധിക ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. ശരി, ഏതെങ്കിലും കപ്പലുകളൊക്കെ കിട്ടുമല്ലോ. ഉള്ളവരെല്ലാം ഇവിടെ നിന്ന് പരിക്കേറ്റവരും സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ കയറ്റി വെച്ചു. പക്ഷെ ഒന്നും നാളെ ഉച്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകില്ല സാർ. ബ്രിഗേഡിയർ ഒരു ചോദ്യഭാവത്തിൽ നോക്കി. കേണൽ തുറന്നു. നേരം വെളുത്താൽ ജപ്പാൻ എയർഫോഴ്സ് ആക്രമണം തുടങ്ങും. കടലിൽ കാണുന്ന എല്ലാ കപ്പലുകളും ബോട്ടുകളും അവർ തകർക്കും. അതോടെ ആ പരിക്കേറ്റവരും സ്ത്രീകളും കുട്ടികളും എല്ലാം കടലിന്റെ അഗാധതയിലേക്ക് പോകും. ബ്രിഗേഡിയർ ഒരു ദീർഘവിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, ജപ്പാന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുന്നതിനേക്കാൾ ഭേദം എന്ന് വിചാരിച്ചാൽ മതി. അതിരിക്കട്ടെ, സാർ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ബാഞ്ചസ്മോയിൽ നിന്ന് ഒരു ചരക്ക് കപ്പലിൽ കയറി വന്നതാണ്. അതിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അത്രയും മോശമായ ഒരു കപ്പൽ. അതിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്റെ വിചാരം. അതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചുകൂടി സ്പീഡിൽ യാത്ര തുടരാമെന്നായിരുന്നു. ആ ചരക്ക് കപ്പലോ? ത്രീ ഡാൻസർ എന്നാണ് എന്റെ പേര്. അതെന്തായാലും കനാങ് റിവറിൽ നങ്കൂര് ഇട്ടിട്ടുണ്ട്. അത് അവിടെ തന്നെ നിൽക്കുമെന്ന് എന്താ ഉറപ്പ്? അത് അവിടെ നിർത്താനുള്ള ഒരാളെ ഞാൻ അതിൻ്റെ തിരുത്തിയിട്ടുണ്ട്. ഒരു ഡച്ചുകാരനാണ്, എൻ്റെ വിശ്വസ്തനാണ്, വാൻ ഇഫാൻ. കപ്പലിന്റെ ക്യാപ്റ്റൻ ശരിക്കും ഒരു ഇംഗ്ലീഷുകാരനാണ്. പക്ഷെ അവന് ജപ്പാൻ സൈന്യവുമായിട്ട് ചില ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. പക്ഷേ അവനൊരു മോഹന വാഗ്ദാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്രിഗേഡിയർ അദ്ദേഹത്തിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ സഞ്ചി പുറത്തെടുത്തു. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡയമണ്ടുകൾ എടുത്ത് കാണിച്ചു. ഇതിന്റെ ഒരു ഷെയർ ഞാൻ അവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ സേഫായിട്ട് ഇന്ത്യയിലോ ഓസ്ട്രേലിയയിലോ എത്തിയ ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണോ എൻ്റെ കൂടെ വന്നിരിക്കുന്നത്? അവിടെ എത്തിയിട്ട് താങ്കൾ അത് കൊടുക്കാതിരുന്നാലോ എന്നൊരു തോന്നലപ്പോൾ അവനില്ലേ? ഒരിക്കലും ഇല്ല. കാരണം അവന്റെ മുന്നിൽ ഞാൻ ഈ വേഷത്തിലല്ല. ഒരു ധനികനായ മദ്യപാനി എന്നുള്ള നിലയിലാണ് ഞാൻ ആ കപ്പലിൻ്റെ അകത്തിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ രീതിയിൽ അഭിനയിക്കാൻ, എന്നാലും ആ രീതിയിൽ ഞാൻ തുടരുന്നു.
കേണൽ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് വാതിൽ തുറന്നു. പുറത്തു നിന്നിരുന്ന ക്യാപ്റ്റനകത്തേക്ക് വിളിച്ചു, ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ക്യാപ്റ്റൻ പുറത്തു പോയ സമയത്ത് ബ്രിഗേഡിയർ ചോദിച്ചു, നമുക്കിനി എത്ര ദിവസം ഇവിടെ പിടിച്ചു നിൽക്കാനാവും? ഇവിടെ ഇനി പിടിച്ചു നിൽക്കാനാവില്ല സാർ, നാളെ നമ്മൾ സറണ്ടർ ആവുകയാണ്. നാളെയോ? അതെ സാർ, ഇനി നമുക്കിവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല. ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ആയുധവും നമ്മുടെ കയ്യിൽ ബാക്കിയില്ല, വിമാനമില്ല, കപ്പലില്ല, യാതൊന്നുമില്ല. അതുകൂടാതെ ഈ സൈനിക ആസ്ഥാനത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ മുഴുവൻ ജപ്പാൻ തകർത്തിരിക്കുന്നു. ഇവിടെ നാളെ കുടിക്കാൻ വെള്ളമില്ല. ആ അവസ്ഥയിൽ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ബ്രിഗേഡിയർ ഒരു ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന സമയത്ത് കേണൽ തുറന്നു. ഇനി ഇവിടെയുള്ളവരുടെ വിധി ജപ്പാൻ കോൺസെൻട്രേഷൻ ക്യാമ്പായിരിക്കും. പെട്ടെന്ന് ആ ക്യാപ്റ്റൻ ഒരു ടീം പട്ടാളക്കാരുമായിട്ട് വന്നു. ഏതായാലും താങ്കൾ പോകുമ്പോൾ താങ്കളെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നില്ല, താങ്കൾക്ക് കൂട്ടായിട്ട് ഇത്ര ആൾക്കാരെ ഞാൻ ഇവിടുന്ന് തന്നുവിടുന്നു എന്ന് മാത്രമല്ല, കെരി ഡാൻസറിന്റെ ക്യാപ്റ്റൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ബാക്കി ഇവർ നോക്കിക്കൊള്ളും. 20 പേരടങ്ങുന്ന ആ പട്ടാളക്കാരുടെ സംഘവും ബ്രിഗേഡിയറും കൂടി കാനാങ് റിവറിന്റെ തീരത്തെത്തിയ ബ്രിഗേഡിയർ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഒരു ബ്രീഫ് കേസിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. കാരണം അവിടെ നങ്കൂരോട്ടിരുന്ന കെറി ഡാൻസർ എന്നുള്ള കപ്പൽ കാണാനില്ല. See you tomorrow. Thank you.